അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുഎയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായിൽ നിന്നും ഞാൻ അനീസ്, എന്നോടൊപ്പം ഷാനു. സ്ഥിരമായിട്ട് കേൾക്കാറുള്ള സ്വയം പ്രഖ്യാപിത നുണയനായ ആരിഫിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കാദ്യം ആ വീഡിയോ ഒന്ന് കേൾക്കാം. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാണ് സ്വർഗ്ഗം കിട്ടുന്നത്. ശരിക്കും വീട്ടിലെ പാവം മുസ്ലിങ്ങളെ പറ്റിക്കല്ലേ അവർ സ്വർഗ്ഗം പറഞ്ഞിട്ട്? കാരണം മുഹമ്മദ് നബിക്ക് പോലും ഇതുവരെ സ്വർഗ്ഗം കിട്ടിയിട്ടില്ലാണ് പറഞ്ഞു വെപ്പ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ 1300 വർഷം മുമ്പ് മരിച്ച മുഹമ്മദ് നബിക്ക് സ്വർഗ്ഗം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ സാധാരണക്കാരെ മുസ്ലിംസ് മരിച്ചു കഴിയുമ്പോൾ എത്ര മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയേണ്ട സ്വർഗ്ഗം കിട്ടണമെങ്കിൽ? അപ്പൊ ആദ്യം സ്വർഗ്ഗം കിട്ടുന്ന ആദ്യം ഉറപ്പിക്കണം, അപ്പോഴേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നത് ഇത്തരം സംഗതികൾ. ഇപ്പൊ മുഹമ്മദ് നബിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ലോകപ്പ് അവസാനിക്കുന്ന പറഞ്ഞ് ഓടി ഒളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാളിപ്പോയ 101 പ്രവചനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അതിലുണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രവചനങ്ങൾ നടത്തുന്ന ഒരാൾ എന്നും കൂടിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്ന ഒരാൾ. അയാളുടെ ഏറ്റവും മിനിമം ഒരു സംഗതി എന്തായിരിക്കും? പറയുന്നത് തെറ്റാൻ പാടില്ല എന്നുള്ളത്, അല്ലെ? പറഞ്ഞത് ശരി, 100% ശരിയായിരിക്കും. ഒരെണ്ണം തെറ്റിയാൽ പോയില്ലേ? എത്ര എണ്ണം തെറ്റിയിട്ടുണ്ട്? സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഒക്കെ ഉണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് ലോകം അവസാനിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ആ ചോദ്യത്തെ കുറിച്ചൊന്ന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, പരലോകം എന്ന് പറയുന്നത് മറ്റൊരു വേൾഡാണ്, ബർസഹിയായ മറ്റൊരു വേൾഡാണ്. അവിടെ ഉള്ള സമയവും നമ്മുടെ ഭൗതിക സമയവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ എത്ര സമയം എടുക്കും എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ ഇപ്പം റിലേറ്റീവ് തിയറി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഭൗതിക ലോകത്തിൽ തന്നെ സമയം ഒരാൾക്ക് പോകുന്നത് പോലെയല്ല മറ്റൊരാൾക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് ചിലപ്പോൾ 50 വർഷം പോയാലും ചിലപ്പോൾ വേറൊരാൾക്ക് 20 വർഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ബർസഖ് മറ്റൊരു വേൾഡാണ്, മറ്റൊരു ലോകം തന്നെയാണ്. അവിടെ സമയം പോകുന്നതൊക്കെ വേറെ രീതിയിലാവാം, അത് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈവൻ ഇഫ് സമയം അധികമാവുകയാണെന്ന് വിചാരിക്കും, അപ്പോഴും അവിടെ പറ്റിക്കലൊന്നും നടക്കുന്നില്ല. സ്വർഗം കിട്ടും എന്ന് പറയുന്നുണ്ട്, സ്വർഗം കിട്ടുകയും ചെയ്യും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ നമുക്കത് അതിപ്പോ ഡിലേ ആവോ അല്ലേ എന്നൊക്കെയുള്ളത് വേറെ വിഷയം. അഗെയിൻ ഡിലേ ആവോ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അവിടുത്തെ സമയം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഇനി ആരിഫിന്റെ വിഷയത്തിലുള്ള മറുപടി, ഒന്നാമത് ആരിഫ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ഓടിപ്പോയി ലോകാവസാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാണ്. ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സോളാർ എക്ലിപ്സ് ആയ സമയത്ത് പള്ളിയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഇത് ലോകാവസാനത്തിന്റെ ചിഹ്നം സൈനാണെന്നല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ ആയത്താണ്, അള്ളാഹുവിന്റെ സൈനാന്ന് പറഞ്ഞത്, അല്ലാതെ ഖിയാമത്ത് നാളിന്റെ സൈനാണ് എന്നല്ല പറഞ്ഞത്. നമുക്ക് ഇത് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിം ഒക്കെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് അവിടെ സോളാർ എക്ലിപ്സ് ഉണ്ടായിരുന്നു. The people said the eclipse of the sun has happened due to the death of Ibrahim. ആളുകൾ പറഞ്ഞു, എന്ത്, ഇത് ഇബ്രാഹിം മരിച്ചതിന്റെ അതിന്റെ ലക്ഷണമാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സൂര്യൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു വ്യാജ പ്രവാചകനായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഒന്നെങ്കിൽ ഈ അവസരം വളരെ കൃത്യമായി മുതലെടുക്കാമായിരുന്നു, എന്നിട്ട് പറയാമായിരുന്നു, കണ്ടോ ഞാനിപ്പോ ശരിയായ പ്രവാചകനാണെന്ന് മനസ്സിലായില്ല, എൻ്റെ മകൻ മരിച്ചപ്പം എക്ലിപ്സ് നടന്നു എന്ന രീതിയിൽ പറഞ്ഞ് അത് അവസരമാക്കി എടുക്കാമായിരുന്നു. അതേപോലെ ഡിലൂഷണൽ ആയിട്ടുള്ള ഒരാളാണെങ്കിലും ചിലപ്പം ഡിലൂഷണൽ ആയിട്ടുള്ള ആൾ കാണുന്ന എന്ത് സയൻസും അയാളുടെ ഡിലൂഷനുള്ള തെളിവായിട്ട് കാണും. അങ്ങനെയും ഒരാൾക്കായിരുന്നു. അപ്പൊ നുണ പറഞ്ഞതാണെങ്കിലും ഡിലൂഷൻ ആണെങ്കിലും ഇത് രണ്ടിൽ ഏതാണെങ്കിലും ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാമായിരുന്നു, തന്റെ പ്രവാചകത്തിന്റെ തെളിവാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ തന്റെ മകൻ മരിച്ചതിലുള്ള ഒരു കാരണമാണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം said the sun and the moon are the two of Allah's signs. അള്ളാഹുവിന്റെ സൈനാണ്, അല്ലാതെ ലോകാവസാനത്തിന്റെ സൈനാണെന്നല്ല പറയുന്നത്. They are not eclipsed due to the death or the life of anyone. So when you see them, supplicate to Allah. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് അള്ളാഹുവിന്റെ ആയത്താണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് പറയുന്നത്, അല്ലാതെ ലോകാവസാനത്തെ കുറിച്ച് ഈ ഹദീസുകളിൽ എവിടെയും പറയുന്നില്ല എന്നാണ്. ഇനി പറയുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഹദീസിൽ, കാരണം സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒക്കെയുള്ള എല്ലാ ഹദീസുകളും ഈ ഇൻസിഡന്റ് വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നാണ് പറയുന്നത്, ലോകാവസാനത്തിന്റെ നാളല്ല. ഇനി ലോകാവസാനത്തിന്റെ നാണെന്ന് വാദത്തിന് പറയുന്നുണ്ടെങ്കിൽ തന്നെ, ഏതെങ്കിലും ഹദീസിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് വിഷയമല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ തെളിവായിട്ട് പറയുന്നുണ്ട്. ഞാനും ലോകാവസാനവും തമ്മിൽ ഇത്രേ ഡിഫറൻസ് ഉള്ളൂ എന്ന രീതിയിൽ പറയുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേജർ സയൻസും മൈനർ സയൻസും ഉണ്ട്. ഇപ്പൊ മൈനർ സയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു സൈൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 100 വർഷം കഴിഞ്ഞ് ലോകാവസാനം ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലെങ്കിൽ 200 വർഷം കഴിഞ്ഞ് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് നമ്മൾ നോക്കേണ്ടത് ഈ വിരലുകളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ എത്ര സ്പാൻ ഉണ്ടെന്ന് അറിയണം. എന്നിട്ട് അതിന്റെ ശതമാനം വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 10 ലക്ഷം വർഷം ഉണ്ടെങ്കിൽ ആ 10 ലക്ഷം വർഷം മനുഷ്യന്മാരിവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ അവസാനം വരുന്ന 2000 വർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാനം വരുന്ന 10,000 വർഷം എന്ന് പറയുന്നത് ലോകാവസാനത്തിന്റെ ആ ഒരു ഏരിയ തന്നെ ആയിരിക്കും. കാരണം
ആ ടോട്ടൽ ഫ്രെയിം വർക്ക് വെച്ച് നോക്കുമ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് നോട്ട് ഒരു ആർഗ്യുമെന്റ് അല്ല വിഷയത്തിൽ എന്നുള്ളതാണ്. മാത്രല്ല എനിക്ക് തോന്നുന്നു ആ ദിശ തന്നെ പ്രവാചകൻ പറയുന്നതിന് നേരെ വിപരീതമായിട്ടാണ് ഹാരിഫ് കോട്ട് ചെയ്യണത്. അത് പറഞ്ഞാൽ അവിടെ തിരുത്തുന്നുണ്ട്. ഈ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും മരണത്തിന്റെ കാരണമല്ലാന്ന് പറഞ്ഞിട്ടുള്ള ആരുടെയോ മരണത്തിന്റെയോ ജനനത്തിന്റെയോ കാരണമായിട്ടല്ല ഉണ്ടാവുന്നത് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിലാണ് ഇവരെ വിശദീകരണങ്ങൾ പോകുന്നത്. പിന്നെ അത് അനുബന്ധിച്ച് തന്നെ വേറൊരു വിഷയം അദ്ദേഹം പറയുന്നത്, ആരിഫ് ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം ശരിയാണ്. കാരണം ഒരു പ്രവാചകനാണെങ്കിൽ, ദൈവത്തിന്റെ ദൂതനായിട്ടുള്ള ഒരു പ്രവാചകനാണ് എങ്കിൽ പ്രവചനങ്ങൾ തെറ്റാൻ പാടില്ല. അതെ, അത് ശരിയാണ്. പക്ഷെ 101 പാളിപ്പോയ പ്രവചനങ്ങൾ എന്നൊക്കെ മുമ്പ് പറയുന്നുണ്ട്. അതിൽ നമ്മളിപ്പോ എല്ലാം പരിശോധിക്കണ്ടേ? ചോറ് ബന്ധം നോക്കാൻ എല്ലാം പരിശോധിക്കേണ്ട ആവശ്യമല്ല, നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പം നമ്മൾ ഈ എക്സാമ്പിൾ എന്താണ് നമ്മൾ മുമ്പ് കൊണ്ടു നന്നായി. അപ്പം ഇതാണ് അവസ്ഥ, 101ന്റെയും അവസ്ഥ ഇതാണ് നമുക്ക്. കാരണം അതിൽ ഏറ്റവും നല്ലതായിരിക്കും പറഞ്ഞത്. ഏറ്റവും നല്ലത് നമ്മളൊരു സ്ഥലത്ത് പറയുമ്പോൾ നമ്മുടെ ആർഗ്യുമെന്റിൽ ഏറ്റവും നല്ലത് എടുത്തിട്ടാണല്ലോ പറയാം. അതിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ പിന്നെ ബാക്കിയുള്ളതിന്റെ അവസ്ഥ ദയനീയമാണ് എന്നാണ് വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ ലോകാവസാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 187 വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം. They ask you about the hour. When will it take place? Say its knowledge is only with my Lord. None can reveal its time except him. അതായത് ലോകാവസാനത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. അത് എന്ത് ചെയ്യില്ല, ആർക്കും നാം അവതരിച്ചു കൊടുക്കില്ല. അതിന്റെ സമയം അവന് മാത്രമേ അറിയുള്ളൂ എന്ന് വളരെ കൃത്യമായി പറയുന്നത് കാണാമെങ്കിൽ, ഇന്ത്യയുടെ അള്ളാഹ് ഹാസ് ദ നോളജ് ഓഫ് ദ അവർ. ലോകാവസാനത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 31-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാൻ കഴിയും. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ടെൽ മീ അബൌട്ട് ദ അവർ. ലോകാവസാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ദ വൺ ഹൂ ഇസ് ആസ്ക്ഡ് ഡസന്റ് നോ മോർ ദാൻ ദ വൺ ഹൂ ഇസ് ആസ്കിങ്. ചോദിക്കുന്ന ആളെ കൂടുതലൊന്നും ചോദിക്കപ്പെട്ട ആൾക്കറിയില്ല. അപ്പം എപ്പോഴാണ് അവർ എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളത് ഇത് ത്രൂഔട്ട് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക പ്രമാണങ്ങൾ മൊത്തം ത്രൂഔട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് ഇവിടെ ഒരു സോക്കോൾഡ് വിവരദോഷി വന്നിട്ട് പറയുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പ് ലോകാവസാനത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അറിയായിരുന്നു എന്നുള്ളത്. ഇല്ല, അത് ത്രൂഔട്ട് ഒരു ഖുർആനിലും ഹദീസിലും നമുക്ക് ത്രൂഔട്ട് കാണുന്ന ഒരു മെസ്സേജാണ്. അള്ളാഹുവിന് മാത്രമേ ലോകാവസാനം അറിയുള്ളൂ. ലോകാവസാനം എപ്പോഴാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കും അറിയില്ല എന്നുള്ളത് വളരെ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നത് കാണാൻ കഴിയും. മാത്രമല്ല ഈ ലോകാവസാനത്തെ കുറിച്ച് മുൻകൂട്ടി മനുഷ്യർക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ തന്നെ മാറിപ്പോവായിരുന്നു. അത് ഒരു വേറൊരു തലത്തിലേക്ക് മനുഷ്യൻ മാനസികമായിട്ട് മാറുമായിരുന്നു. ഒരു കുട്ടി മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ പറയാണ്, ഈ കുട്ടി വളർന്നു വലുതാവുന്നതിന് മുന്നേ ലോകം അവസാനിക്കുന്നു. ആ കുട്ടി ഇപ്പോൾ അവിടെ ഫോസിലായി. അതിൽ നിന്ന് നമ്മളിപ്പോ എണ്ണ ഊറ്റി കഴിഞ്ഞ ദിവസം ഞാൻ അടിക്കുകയും കൂടി ചെയ്തതാണ്. എന്നിട്ടും ലോകം അവസാനിച്ചിട്ടില്ല. അപ്പൊ ഈ പ്രവചനം പറ്റിപ്പോയ അമളി എന്താണ് എന്ന് വെച്ചാൽ, സഹീൽ ബുഖാരിയിൽ നമുക്ക് ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഇപ്പം സഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ചില അറബികൾ, ചില മരുഭൂവാസികളായിട്ടുള്ള അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകാവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല, ആർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടി വർഷം ആയിക്കഴിഞ്ഞാൽ മാത്രം ആകുമ്പോൾ നിങ്ങളുടെ അലൈക്കും സാഅത്തും അലൈക്കും, നിങ്ങളുടെ അവർ നിങ്ങളുടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, എത്തും. അതായത് നിങ്ങൾ മരിക്കും. അവിടെ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോകാവസാനത്തെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ എന്താണെങ്കിലും 100 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുക്കുന്നത്. കാരണം ഇവിടെ കാരണം ഒന്നാമത്തെ കാര്യം ഹദീസ് വളരെ കൃത്യമായി പറയുന്നത് സാഅത്തും അലൈക്കും, നിങ്ങളുടെ സമയം എന്നാണ് പറയുന്നത്. അതിനെ കോട്ടിമാറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഏതൊരു സ്ക്രിപ്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഹോളിസ്റ്റിക്കലിയാണ്, അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ചെറിയ എടുത്തിട്ടല്ല മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ അറിയില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് റെസ്പോൺസ് കൊടുക്കുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, നിങ്ങൾ മരിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള മെസ്സേജാണ് ബേസിക്കലി ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് സഹീൽ മുസ്ലിമിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയും സാഅത്തും അലൈക്കും എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ സമയം എത്തും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഈ ഹദീസിൽ മാത്രമല്ല, പല ഹദീസുകളിലും ഒരു വ്യക്തിയുടെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ സമയം എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ലോകാവസാനത്തെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, അവരുടെ സമയത്തെക്കുറിച്ച്, അവരുടെ മരണത്തെക്കുറിച്ചാണ്
ഉദ്ദേശിച്ചുകൊണ്ട് പല ഹദീസുകളിലും ഈ വിഷയത്തിൽ ഈ സംഭവത്തിൽ മാത്രമല്ല പല സംഭവങ്ങളിലും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുന്നവർക്ക് ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അല്ലാതെ ഇത് മാത്രം വായിച്ചിട്ട് 101 മണ്ടത്തരം പറയാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത മണ്ടത്തരത്തിലേക്ക് പോകാം. എന്താണ് ഉയരം കുറഞ്ഞ ഒരാൾ അടുത്ത് കൂടെ പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ മുഹമ്മദ് നബി പറയാണ്, ലോകാവസാനത്തിന്റെ ലക്ഷണമാണിത്. ആളുകൾ ഉയരം കുറഞ്ഞു വരും. ലോകാവസാനം ആകുമ്പോഴേക്കും ആളുകളൊക്കെ കുള്ളമാരായിരിക്കും. ഇതാണ് മുഹമ്മദ് നബി പറഞ്ഞത്. കുള്ളമാരായോ? ലോകത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഉയരം കൂടുകയാണ് ചെയ്യുന്നത്. പണ്ട് ഇന്ത്യയുടെ ഒരു 10 വർഷം മുന്നേ ഉള്ള ആവറേജ് ഹൈറ്റ് അല്ല ഇന്നുള്ളത്. ഇന്ന് 6 അടിയുടെ അടുത്തേക്ക് എത്തുകയാണ് ഇന്ത്യയിലെ ഹൈറ്റ് മാത്രമേ. ലോകത്ത് ഏറ്റവും കൂടുതൽ നെതർലാൻഡ്സിൽ 6 അടിയുടെ മുകളിലാണ് ആളുകൾ ഉയരം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രീഷണൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തതിനനുസരിച്ചിട്ട് ആളുകളുടെ ഉയരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി പറഞ്ഞ നേരെ വിപരീതമല്ലേ. അപ്പൊ തൽക്കാലം 2 പിടിക്കും ഈ പറയുന്ന സാധനം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അല്ല, ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഏത് ഹദീസിനെ കുറിച്ചാണ് കൃത്യമായി പറയുന്നതെന്ന് അറിയില്ല. കാരണം പല രീതിയിലുള്ള ഹദീസുകളുണ്ട്. അപ്പം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പകുതി കട്ടും മുറിച്ചും പറയുന്നത് കൊണ്ട് സ്വാഭാവികമായും ഏതാണ് പർട്ടിക്കുലർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല. കാരണം ലോകാവസാനമാകുമ്പോൾ ആളുകൾ ഉള്ളമാരുമാവുന്നതാണ് ഹദീസ് പറയുന്നത് എങ്കിൽ, അങ്ങനെ ഹദീസ് പറയുന്നുണ്ടെങ്കിൽ സോ വാട്ട്, ലൈക്ക് ലോകാവസാനം ആയി കഴിഞ്ഞതിന് ശേഷം കണ്ടോ നിങ്ങൾ കുള്ളമാരാവെന്ന് പറഞ്ഞിട്ട് ആയില്ലല്ലോ, പ്രവചനം തെറ്റി എന്ന ആൾക്ക് പറയാം. ലോകാവസാനം ആയി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് ഹൈറ്റ് കൂടുന്ന ഇത്ര കോൺഫിഡൻസ് ആയിട്ട് യാതൊരു പഠനങ്ങളോ റിപ്പോർട്ടുകളോ ഒന്നുമില്ല. അത് പിന്നെ മൊത്തത്തിലില്ല, അതുകൊണ്ട് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം സ്വാഭാവികമായും ഈ പ്രവചനം തെറ്റാണ് എന്ന് പറയണമെങ്കിൽ ലോകാവസാനം വരെ കാത്തുക്കേണ്ടി വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആരിഫ് പറയുമ്പോൾ നമുക്കത് കേൾക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ലോകാവസാനത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ ആർഗ്യുമെന്റ് വർക്കാവില്ല. അഗൈൻ സിൻസ് ഹീസ് നോട്ട് സ്പെസിഫൈങ് പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്പെസിഫിക്കലി റെസ്പോൺസ് കൊടുക്കാൻ കഴിയില്ല. പ്രവചനം ഇതുപോലെയുള്ളത് എന്തെങ്കിലും ഒരു 10 പറയുമ്പോൾ 2 ഫലിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരാൾ ഒരു പ്രവാചകനാകുമെന്നുണ്ടെങ്കിൽ നമ്മളും പ്രവാചകനാണ്. കാരണം വേൾഡ് കപ്പ് നടത്തിയപ്പോൾ ഞാനും ഒരു പ്രവചനം നടത്തിയിരുന്നു ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടത്തിയപ്പോൾ ഞാനും ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ നമ്മൾ പ്രവചകനാവും? ഇല്ല, പല ആളുകൾ നടത്താറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രവചനം നടത്തുന്നതാണ് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ? അവരൊക്കെ അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ പ്രവാചകന്മാരായിരിക്കണം. അപ്പൊ ഇതൊക്കെ ഒരു സാധ്യതകൾ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ. ഞാൻ ഈ ക്ലൈമറ്റിന്റെ കാര്യം പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അത് അവർ ചില പിന്നെ എന്തിനാണോ ക്ലൈമറ്റിന്റെ കാര്യം പറഞ്ഞത് നമുക്ക് അറിയില്ല. ഓക്കെ, ഞാനെങ്കിലും വിവരമുള്ള ആൾക്കാർ നോക്കുമെന്ന് വെച്ചിട്ടായിരിക്കും അതന്നെ മണ്ടത്തിലൊക്കെ പറഞ്ഞതിന് ശേഷമാണോ ആലോചിക്കുന്നത്. ഇവിടെ മൂപ്പർക്കുള്ള കുഴി മൂപ്പർ തന്നെ തോണ്ടി വെച്ചിട്ടുണ്ട്. മൂപ്പർ പറഞ്ഞ എന്താണ്, ഇതൊക്കെ 50% ചാൻസ് ആണ് നമ്മൾ ജയിക്കും തോൽക്കും എന്നുള്ളത്. ശരിയാണ്, അങ്ങനെ ഒരു 50% ചാൻസ് ആയിരുന്നെങ്കിൽ മൂപ്പർ പറഞ്ഞ മാതിരി നമ്മൾ അത്തരം പ്രോഫസികളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഹിസ് റൈറ്റ്. പക്ഷെ 50% അല്ല, അവിടെയാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ നമ്മൾ ഖുർആനിലെ സൂറത്തുർ റൂമിലുള്ള പ്രോഫസിയെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിക്കും എന്ന് പറയുന്ന സമൂഹം തോറ്റ് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അവിടെ നിന്നാണ് അവർ ജയിച്ചു കയറുന്നത്. പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർ ജയിച്ചു കയറുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹന്തക് യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം ഈ വരുന്ന ശത്രുക്കൾ, അതായത് അറബ് സമൂഹം മുഴുവൻ മദീനക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് പൊടിക്കാറ്റടിച്ച് അത് സഹിക്കാൻ വയ്യാതാണ് അവർ പോകുന്നത്. ഓക്കെ, പൊടിക്കാറ്റടിച്ച് കറക്റ്റ് സമയത്ത് പൊടിക്കാറ്റടിച്ചൊക്കെ വേറെ വിഷയം, അതിലേക്ക് നമ്മൾ വരുന്നില്ല. ഇങ്ങനെ ഇപ്പം നമ്മുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഈ പുറത്തുള്ള സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാതെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നത് എന്താണ്? അല്ലാഹു അക്ബർ, ഐ ഹാവ് ബീൻ ഗിവൻ ദ കീസ് ഓഫ് ഷാം. ഷാമിന്റെ താക്കോൽ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഐ ക്യാൻ സീ ഇറ്റ്സ് റെഡ് പാലസസ്. അല്ലാഹു അക്ബർ, ഐ ഹാവ്, പിന്നെ ഒരു കല്ലിൽ അടിക്കുന്ന സമയത്താണ് അല്ലാഹു അക്ബർ, ഐ ഹാവ് ബീൻ ഗിവൻ ദ കീസ് ഓഫ് പേർഷ്യ. ബൈ അല്ലാഹ് ഐ ക്യാൻ സീ ദ വൈറ്റ് പാലസ് in its capital. അതേപോലെ when he struck the third time Allahu Akbar, I have been given the keys of Yemen. By Allah I can see the gates of Sana from this place. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇവർ മരിക്കാൻ പോണ ആകെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ, ഈ ചുറ്റുള്ള അറബ് ഇവരെ പോലും നേരിടാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രവചിക്കുന്നത് എനിക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. ഈ പ്രവചനം ചെറിയ പ്രവചനമല്ല. കാരണം ഏതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രവചിക്കാണ്, സൊമാലിയ എന്ത് ചെയ്യും, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് USSRനെയും ചൈനയും അതേപോലെ അമേരിക്കയും കീഴടക്കും എന്ന് പറഞ്ഞാൽ അത് 50-50 അല്ല. അത് 50-50 അല്ല. അത് റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഫസിയാണ്. അത് വളരെ അൺലൈക്ലി ആയിട്ടുള്ള പ്രോഫസിയാണ്. ആരും പറയില്ല. സ്വാഭാവികമായും എന്റെ പ്രവാചകത്വത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വാലിഡിറ്റി ഉണ്ടാവണം എന്ന് കരുതുന്ന ആരും തന്നെ ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോഫസീസ് നടത്തില്ല എന്നുള്ളതാണ്. ആരെങ്കിലും മണ്ടത്തരം പറയുന്നു പറയുള്ളൂ. അതെ. അപ്പൊ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, മരിക്കാൻ പോവുകയാണ്. ഈ ജനങ്ങളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കിടങ്ങ് കുഴിച്ചിട്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടാൻ നോക്കുന്നത്. അങ്ങനെ യാതൊരു രീതിയിലും
എന്താണ് ഒരു മാർഗ്ഗമില്ല, ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയിലാ. കുറെ മരുഭൂമിവാസികൾ, ആ മരുഭൂമിവാസികളാണ് പിന്നീട് എന്ത് പോയിരുന്നത്, വളരെ എളുപ്പത്തിൽ ആ സമൂഹത്തിലും അവിടെയുള്ള സൂപ്പർ പവേഴ്സിനെ എല്ലാം എന്ത് ചെയ്യുന്നത് ഈസിലി കീഴടക്കുന്നത്. കറക്റ്റ്. അപ്പം സ്വാഭാവികമായി അതിന് കീഴടക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം, പക്ഷെ ആ കാരണങ്ങളെല്ലാം കറക്റ്റ് ഒത്തുവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ അറിയാം? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് യമനും ഷാമും സിറിയയും പെർഷ്യയും ഒക്കെ എന്ത് ചെയ്യും, എനിക്ക് കിട്ടും എന്നുള്ളത്. അതുപോലെ ഇതേപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 50-50 അല്ല 99.999% സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പ്രവചിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എഗെയിൻ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 50-50 ആണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പറയുന്നത്, സ്വന്തം ക്വീസ് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ 50-50 അല്ല എന്നുള്ളതാണ് ഈ പ്രവചനങ്ങളൊക്കെ സ്പെഷ്യൽ ആക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരാള് പല മണ്ഡലങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ചിട്ട് ആളുകൾ ജീവിച്ചു തീർക്കുമ്പോൾ അവര് അനുഭവിച്ച് തീർക്കുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന കുറെ അനാവശ്യമായിട്ടുള്ള സംഗതികളുണ്ട്. അതിൽപ്പെട്ടാണ് ഉള്ള സംഗതിയാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ നമ്മൾ അതിന് പിന്നാലെ അധികം ആലോചിച്ച് തലം എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി എന്താണ്, ഇനി നിങ്ങൾ കൂടുതൽ ആലോചിച്ച് നിങ്ങളുടെ മണ്ടത്തരങ്ങളെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് സമയം കളയേണ്ടതില്ല. ഇവിടെ ആരിഫ് അലി തന്നെ കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ്സ് ആണ്, അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രോഫസിയെ കുറിച്ച് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ബഗ്ദാദി കീഴടക്കിയ പ്രോഫസി അഥവാ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഫസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും, സം ഓഫ് മൈ പീപ്പിൾ വിൽ ഡിസെൻഡ് ഓൺ എ ലോ ലേയിങ് ഗ്രൗണ്ട് they will call al-Basra beside a river, the Tigris river, over which there will be a bridge. Its people will be numerous and will be one of the capital cities of Muslims. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക നദിക്ക് അടുത്ത് എന്താണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യും, നിൽക്കും. അത് മുസ്ലിങ്ങളുടെ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈംസ് ദ ഡിസെൻഡന്റ് ഓഫ് ദ കന്തൂറ, ഒരു പ്രത്യേക വിഭാഗം ആളുകൾ will come with broad faces and small eyes descending on the bank of the river. ഒരു പ്രത്യേക ആളുകൾ അവരുടെ ഫേസിന്റെ ഷേപ്പ് വരെ പറയുന്നുണ്ട്, സ്മോൾ ഐസ് ആൻഡ് ബ്രോഡ് ഫേസസ്, വലിയ മുഖവും ചെറിയ കണ്ണുകളുമുള്ള. The town inhabitants will then split into the 3 sections, one which will follow cattle into the desert, perish, other which will seek security for themselves and perish, while the third will put the children on their backs and fight the invaders, and they will be martyrs. അവര് എന്തെയും രക്തസാക്ഷികളായി മരണപ്പെടും എന്നുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എന്താണ് പരാജയത്തെ കുറിച്ചാണ് പറയുന്നത്. ചിലർ ഓടിപ്പോകുന്നു, ചിലർ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായി മരണപ്പെടുന്നു. ലൈക്ക് ഇത് മൊത്തം സംഭവിക്കുന്നത് പറയുന്ന ആ സ്ഥലം, അതേപോലെ അവിടെയുള്ള ഡേറ്റ്, അവരെ പിടിക്കാൻ വരുന്ന ആളുകളുടെ രൂപം, ഇതെല്ലാം വളരെ കൃത്യമായി വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത് ഒരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ മുമ്പത്തെ പ്രോഫസിൽ കണ്ടത് അച്ചീവ്മെന്റ്സ് ആണ് എങ്കിൽ ഇതിൽ പരാജയത്തിന്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായി അത് പറയുന്നുണ്ട്. അപ്പം വെറുതെ അങ്ങ് തോൽക്കും എന്നല്ല പറയുന്നത്, മറിച്ച് ആരാണ് നിങ്ങളെ തോൽപ്പിക്കുക എന്ന് പോലും വളരെ കൃത്യമായി വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. സോ എന്താണ് 40, 50, 60 ഒന്നും അല്ല ഇതിന്റെ പ്രൊഫസി റേറ്റ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. പാളിപ്പോയത് ആരിഫിന്റെ മണ്ടത്തരങ്ങളാണ്. അതെ അതെ. അപ്പം ആ മണ്ടത്തരത്തിന്റെ പിന്നാലെ പോകരുത് എന്ന് അല്ല, നിങ്ങൾ പോകണം നിങ്ങളെ താല്പര്യം, അതെ നമുക്ക് മണ്ടത്തരമാണെന്നുള്ളത് ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. ബാക്കിയെല്ലാം നിങ്ങളെ ഹാലായി. കൂടി മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.